ഹരി ഓം 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 ഹരി ഓം. ധ്യാനജപാദികൾ ചെയ്തിടാത്തോൻ ആനന്ദാമൃതമുന്നില്ല. ധ്യാനജപാദികൾ ചെയ്തിടാത്തോൻ ആനന്ദാമൃതമുന്നില്ല. ധർമ്മം ദയ ഇവ കൂടാതെ സൽക്കർമ്മം ചെയ്യാൻ കഴിയില്ല. സൽക്കർമ്മം ചെയ്യാൻ കഴിയില്ല. ഹരി ഓം 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 ഹരി ഓം. സംഘം മുഴുവൻ പോയിടാതെ സംസാരാഗ്നി കെടുകില്ല. സംഘം മുഴുവൻ പോയിടാതെ സംസാരാഗ്നി കെടുകില്ല. ഉള്ളിലസൂയയൊഴിഞ്ഞിടാതെ ഭഗവാൻ നേരിൽ വരുകില്ല. ഭഗവാൻ നേരിൽ വരുകില്ല. ഹരി ഓം 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 ഹരി ഓം. അങ്ങനെ നാരദ മഹർഷി ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് നമ്മൾ കണ്ടത്. നമ്മുടെ ഋഷീശ്വരന്മാർ വേദങ്ങളിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്, ചിന്തിച്ചത്. അല്ലെങ്കിൽ നമ്മുടെ ഋഷീശ്വരന്മാർ 3 കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തത ഉള്ളവരായിരുന്നു. ഏതൊക്കെയാണ് ഈ 3 കാര്യങ്ങൾ? ഇതിനെ പറയും ഈ ജഗത്ത്, നാം കാണുന്ന അനുഭവിക്കുന്ന പ്രപഞ്ചം, അനുഭവലോകം, അതിന് ജഗത്ത് എന്ന് പറയും. രണ്ടാമത്, ഇതനുഭവിക്കുന്ന ജീവൻ, ആരാണോ ഇതിനെ അനുഭവിക്കുന്നത്. അപ്പം ജഗത്തിനെക്കുറിച്ച് അവർ മനസ്സിലാക്കി. രണ്ടാമത് അവർ ഇതനുഭവിക്കുന്ന ജീവനെക്കുറിച്ച് മനസ്സിലാക്കി. മൂന്നാമത്, ഇതിൻ്റെ എല്ലാം പിന്നിൽ ആരാണ് ഇതിനെ സൃഷ്ടിച്ചതെന്നും ആരുടെ സാന്നിധ്യത്തിലാണ് ഇതെല്ലാം ഉണ്ടായതെന്നും എന്നെല്ലാം അവർ അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിൻ്റെ പിന്നിൽ ഈശ്വരൻ എന്ന് പറയുന്നൊരു ശക്തിയുണ്ട്. അങ്ങനെ അവർ അതിനെക്കുറിച്ചും മനസ്സിലാക്കി. ജഗത്തിനെക്കുറിച്ച് മനസ്സിലാക്കി, ജീവനെക്കുറിച്ച് മനസ്സിലാക്കി, ഈശ്വരനെക്കുറിച്ച് മനസ്സിലാക്കി. ഇതിനെ പറയും ജീവ ജഗത്ത് ഈശ്വര നിർണയം. ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളാണല്ലോ. അതിൽ ആദ്യത്തെ 6 അധ്യായം, രണ്ടാമത്തെ 6 അധ്യായം, മൂന്നാമത്തെ 6 അധ്യായം, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ 3, 6 അധ്യായങ്ങളിലും നമ്മുടെ പൂർവികന്മാർ കണ്ടെത്തിയ സത്യമായിരിക്കുന്ന ജീവജഗത്ത് ഈശ്വര നിർണയമാണ് ചെയ്തതെന്ന് ചില ആചാര്യന്മാർ പറയും. അപ്പം ആ ഗീതയുടെ ഭാഷ്യമാണ് ഭാഗവതമെങ്കിൽ ഭാഗവതത്തിലും ഏതിനെക്കുറിച്ച് കാണണം? ജീവ ജഗത്ത് ഈശ്വര നിർണയം. വേദങ്ങൾ മുഴുവൻ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് വേദങ്ങളിലേക്ക് നോക്കിയാൽ 3 കാണ്ഡങ്ങൾ അല്ലെങ്കിൽ 3 കാര്യങ്ങളെക്കുറിച്ചാണ് പ്രധാനമായി പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. അതിനെ പറയും കർമ്മകാന്ഡം, ഉപാസനകാന്ഡം, ജ്ഞാനകാന്ഡം. കർമ്മം, ഉപാസന, ജ്ഞാനം. ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നതാണ് ഉപനിഷത്തുകൾ, കാര്യങ്ങൾ, വേദാന്തം എന്ന് പറയുന്ന ഭാഗങ്ങൾ. ഇങ്ങനെ നമ്മുടെ ഋഷീശ്വരന്മാർ ഇതിനെ പറയും ഹോളിസ്റ്റിക് അപ്രോച്ച്, പരിപൂർണമായൊരു അറിവ് എല്ലാറ്റിനെക്കുറിച്ചും അവർക്കുണ്ടായിരുന്നു. നമുക്കിവിടെ ചോദ്യം എന്തിനെക്കുറിച്ചായിരുന്നു? ഈ സൃഷ്ടിയെക്കുറിച്ചാണ്. അപ്പം അതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ്
നമ്മുടെ ഭാരതീയമായൊരു കാഴ്ചപ്പാട്. നമുക്ക് പൊതുവേ വേദങ്ങളൊന്നും പഠിച്ചവരല്ലെങ്കിലും, നമ്മുടെ പൂർവികന്മാരൊന്നും വേദം പഠിച്ചവരൊന്നും അല്ലെങ്കിലും അവർക്കൊരു കാര്യം വ്യക്തമാണ്. അവർ ഈ ലോകത്തിൽ ജനിച്ച് ജീവിച്ച് അനുഭവങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും അവർക്കെല്ലാം ത്യാഗം ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു. എടുത്തു വയ്ക്കാനുള്ള മനസ്സ് വളരെ കുറവായിരുന്നു, കൂടുതലായിരുന്നു. മൊത്തം നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഭാരതത്തിലുള്ള ആളുകൾക്ക് എടുത്തു വയ്ക്കാനുള്ള മനസ്സ് കുറവായിരുന്നു, പങ്കുവെക്കാനുള്ള മനസ്സ് വളരെ കൂടുതലായിരുന്നു ഭാരതത്തിലുള്ളവർക്ക്. അതുകൊണ്ട് തന്നെ അവർക്കറിയാം, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, ലോകം എന്ന് പറയുന്നത് കേവലം എനിക്ക് ഭോഗിക്കാനുള്ളതല്ല. അതിനെ ഞാൻ അനുഭവിക്കണം, അതിനെ പ്രയോജനപ്പെടുത്തണം, അതിലൂടെ ഞാൻ എന്നെ ഉയർത്തണം, ഉള്ളതിനെ മറ്റുള്ളവർക്ക് പങ്കുവെക്കണം. അതുകൊണ്ട് ത്യാഗമനസ്ഥിതി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഭാരതത്തിലാണ്. എന്നാൽ പാശ്ചാത്യർക്ക് ത്യാഗമനസ്ഥിതിയേക്കാൾ കൂടുതലുണ്ടായത് ഭോഗമനസ്ഥിതിയാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കും, മൊത്തം വേൾഡ് ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സമ്പത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി കൂടുതൽ യുദ്ധങ്ങൾ നയിച്ചിട്ടുള്ളത് ഭാരതീയ രാജാക്കന്മാരല്ല, പാശ്ചാത്യരാണ്. ആണോ അല്ലയോ? നമ്മുടെ ഭാരതീയ രാജാക്കന്മാരൊന്നും രാഷ്ട്രത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി അന്യദേശങ്ങൾ ആക്രമിച്ചിട്ടില്ല. ഉണ്ടോ? എന്നാൽ നമുക്കൊരു മുഗളന്മാരുടെ ചരിത്രം പഠിക്കാനുണ്ട്. ഉണ്ടോ? പിന്നീട് നമുക്ക് വിദേശികളുടെ ചരിത്രം പഠിക്കാനുണ്ട്. അവരൊക്കെ ഇവിടെ വന്നത് കേവലം നമ്മളെ നന്നാക്കാൻ മാത്രമായിരുന്നില്ല, നമ്മുടെ സമൃദ്ധമായ രാജ്യത്തെ പിടിച്ചു വെച്ച് അവർക്ക് അനുഭവിക്കാനുള്ള ഒന്നാക്കി മാറ്റാനായിരുന്നു. എന്നാൽ ഈ കാഴ്ചപ്പാട് ഭാരതത്തിനുണ്ടായിരുന്നില്ല. കാരണം ഭാരതത്തിലെ ഋഷീശ്വരന്മാർ നമ്മളെ പഠിപ്പിക്കുന്നൊരു അടിസ്ഥാന സത്യം നമ്മുടെ പൂർവികന്മാർ വേദം പഠിച്ചിട്ടില്ലെങ്കിലും മനസ്സിലാക്കിയിരുന്നു. കാരണം ഇതൊന്നും നമ്മുടെ കൂടെ വരുന്നതല്ല, ഇതൊന്നും വരില്ല എന്നുള്ളൊരു ബോധം അവർക്കുണ്ടായിരുന്നു. അപ്പം തൻ്റെ കൂടെ എന്താണ് വരേണ്ടത് അതും അവർക്ക് നല്ലവണ്ണം അറിയാം. അവസാനം എൻ്റെ മനസ്സ് കൂടുതൽ ഈശ്വരനോട് അടുത്തുകൊണ്ട് വേണം പോവാൻ, ഇല്ലേ? നമ്മൾ നോക്കൂ, അതൊക്കെ ആ മതങ്ങളുടെ ആ പഠനത്തിൽ തന്നെ എത്ര വ്യത്യാസങ്ങളുണ്ടെന്നറിയോ? ഭാരതീയ സംസ്കാരം സൃഷ്ടിയെക്കുറിച്ച് വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. ആ ഉണ്ടായത് തലമുറകളായിട്ട് വന്നിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കാം നമ്മുടെ രാജാക്കന്മാർക്ക് അത് സാധിച്ചിരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് കടക്കാം. എന്താണ് സൃഷ്ടി? പൊതുവേ നമ്മളെ സൃഷ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇല്ലാത്ത ഒന്ന് ഉണ്ടാകുന്നതിനെയാണ് സൃഷ്ടി എന്ന് പറയാൻ. ഉള്ളതിനെ ആരും വീണ്ടും എന്താണ് സൃഷ്ടിക്കുമ്പോൾ സൃഷ്ടി എന്ന് പറയില്ലല്ലോ. ഉണ്ടോ? നേരത്തെ ഇല്ലാത്തത് പിന്നെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സൃഷ്ടി. ഓ, നല്ല സൃഷ്ടിയാണ്. ഒരു സ്ഥലത്ത് വീടില്ല, അവിടെ വീട് കെട്ടി, നല്ല സൃഷ്ടി. ഒരു കലാകാരൻ ഇതുവരെ ആരും രചിക്കാത്ത രീതിയിലുള്ളൊരു കവിത എഴുതുന്നു, നല്ല സൃഷ്ടിയാണ്. നല്ലൊരു നോവൽ വരുന്നു, നല്ലൊരു സീരിയൽ വരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് ഇവിടെ പ്രകടമാക്കിയിട്ടുണ്ടോ അതിനെയാണ് നമ്മൾ സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പം സൃഷ്ടി എന്ന് പറഞ്ഞാൽ ദൃശ്യ അനുഭവം, അതാണ് സൃഷ്ടി. നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒന്നിനെയാണ് നമ്മൾ സൃഷ്ടി എന്ന് പറയും. അനുഭവിക്കാനില്ലെങ്കിലോ സൃഷ്ടി എന്ന് പറയുമോ? അതുകൊണ്ട് നമ്മുടെ ഋഷീശ്വരന്മാർ സൃഷ്ടി എന്നതിന് വ്യക്തമായൊരു വ്യാഖ്യാനം വെച്ചിരിക്കുന്നത്, സൃഷ്ടി എന്ന് പറഞ്ഞാൽ അനുഭവിക്കാൻ യോഗ്യമായത്. നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. പ്രസവിക്കാത്ത ഒരാൾ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ സൃഷ്ടിയാവുമോ? സൃഷ്ടിയാവുമോ? ആളെ പ്രസവിച്ചിട്ടില്ല, പിന്നെ അയാളുടെ അവർ പ്രസവിക്കുമോ? ആവുമോ? ഇല്ല, ആവില്ല. പ്രസവിക്കാത്ത ഒരാൾക്കൊരു ഒരിക്കലും അവരെ പ്രസവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാ വേറെ എന്തിനെ സൃഷ്ടിക്കാൻ പറ്റുക? മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? അതായത് മകള് അമ്മ പ്രസവിച്ചിട്ടില്ല, എന്നിട്ട് പറയാണ് അവരുടെ മകളും പ്രസവിച്ചിട്ടില്ല എന്ന്. അമ്മ തന്നെ പ്രസവിച്ചില്ലേ പിന്നെ മകൾ വരുമോ? ഇല്ല. അപ്പം അങ്ങനെ അനുഭവയോഗ്യമല്ലാത്തതിനെ നമ്മൾ സൃഷ്ടി എന്ന് പറയില്ല. അനുഭവമാണ് സൃഷ്ടി. അപ്പോൾ ഈ സൃഷ്ടിയെല്ലാം എവിടുന്നാണ്, എങ്ങനെയാണ് വന്നത്? ഇതിനെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇവിടെ ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായത്തിൽ ഇതാണ് വേദവ്യാസ മഹർഷി എഴുതി വയ്ക്കുന്നത്. വളരെ മനോഹരമായിട്ട് നാരദ മഹർഷിയുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നു ബ്രഹ്മാവ്. പറയണു, സമ്യൽ കാരുണികസ്യേദം വത്സതേ വിധികൽസിതം യദഹം ചോദിത സൗമ്യ ഭഗവൽ വീര്യദർശനേ
നാനദം തവ തച്ചാപി യഥാമം പ്രബ്രവീഷിഭോ അവിജ്ഞാതപരം മത്വാ ഏതാവത്തം യദോഹിമേ. വളരെ കാരുണ്യത്തോടുകൂടി നീ എന്നോട് ചോദിച്ച ചോദ്യമുണ്ടല്ലോ, അതിനെ ഞാൻ നിനക്ക് വേണ്ട വിധത്തിൽ, ഭഗവാന്റെ ലീലകളെ ഞാൻ നിനക്ക് വേണ്ട വിധത്തിൽ മനസ്സിലാക്കി തരാം. നീ പറഞ്ഞില്ലേ ഞാനാണിതൊക്കെ സൃഷ്ടിച്ചത് എന്നുള്ളത്. എൻ്റെ മഹത്വം, നീ എൻ്റെ മഹത്വം പറയുമ്പോഴും എനിക്കറിയാം അതൊന്നും എൻ്റെ മഹത്വമല്ല. അവിജ്ഞാതപരം മത്വാ, നീ എൻ്റെ പിന്നിലിരിക്കുന്ന ഒരാളുടെ മഹത്വം നീ മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും എൻ്റെ പിന്നിൽ അങ്ങനെ ഒരു ശക്തിയുണ്ട്. ആരാണത്? തസ്മൈ നമോ ഭഗവതേ വാസുദേവായ ധീമഹി യന്മായയാ ദുർജയാ മാം ബ്രുവന്തി ജഗൽ ഗുരും. ഭഗവതേ വാസുദേവായ ധീമഹി, എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യസ്വരൂപനായ വാസുദേവനെ നമസ്കരിച്ചുകൊണ്ട്, തൻ്റെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ദുർജയാം അവിടുത്തെ മനസ്സിലാക്കാനും കടന്നുപോകാനും സാധിക്കാത്ത മായയെ കൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്ന ഈ ജഗദ്ഗുരു അങ്ങേ നമസ്കരിക്കുന്നു. ഒന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വിലജ്ജമാനയായസ്യ സ്ഥാതുമീക്ഷാപദേ മുയാ വിമോഹിതാ വിഗത്തന്തേ മമാഹമിതി ദുർധിയാം. ഭഗവാനെ, അവിടുത്തെ പരമ ആശ്രയത്തിലിരുന്നു കൊണ്ട് ഈ ഇങ്ങനെയുള്ള സൃഷ്ടികളൊക്കെ മനസ്സിലാക്കാൻ തന്നെ വളരെ പ്രയാസമാണ്. വിമോഹിത, വളരെ മോഹിച്ചു പോകുന്നു ഭഗവാനെ. അവിടുത്തെ ഈ ലീലകളെ മനസ്സിലാക്കാൻ ആളുകൾ അത്രയും എൻ്റെയാണ്, ഞാനാണ് എന്നുള്ള ഭാവനകളൊക്കെ അവരുടെ ഉള്ളിൽ ഉറച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്നാലും ഭഗവാനെ, ദ്രവ്യം കർമ്മജകാലശ്ച സ്വഭാവോ ജീവയേവജ വാസുദേവൽപരോ ബ്രഹ്മൻ നജാന്യോർത്തോസ്തി തത്വതാം. ഇവിടെ ദ്രവ്യം കർമ്മ കാല സ്വഭാവ ജീവ ഇവരെല്ലാം വാസുദേവ പരോ ബ്രഹ്മൻ നജാന്യോ അർത്ഥോസ്തി തത്വത. താത്വികമായി നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം വാസുദേവൻ തന്നെയാണ്. ഇതെല്ലാം വന്നിരിക്കുന്നത് വാസുദേവനിൽ നിന്നാണ്. വായിച്ചിട്ടൊന്നും മനസ്സിലാവില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം. കാരണം ഞാനിതൊക്കെ വായിച്ചത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പൂർവികന്മാർ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് അറിയണമല്ലോ നമ്മൾ, അത് മനസ്സിലാക്കാനാണ്. പറയാണ് എങ്ങനെയാണ് സൃഷ്ടി വന്നിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കണേ, ഈ ദ്രവ്യം കർമ്മ കാല സ്വഭാവോ ജീവ ഈ ശബ്ദങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ എന്ന് നമ്മൾ പറയുമ്പോൾ, ചൈതന്യം എന്നൊക്കെ പറയുമ്പോൾ, ഭഗവാനിൽ പൊട്ടൻഷ്യലായിട്ട് അന്തർലീനമായൊരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് മായ എന്ന് പറയുന്നത്. മായ എന്നുള്ളതിന് പല സന്ദർഭങ്ങളിൽ പല അർത്ഥങ്ങളും പറയും. എന്നാൽ ഭഗവാന്റെ അന്തർലീനമായ ശക്തിയെ മായ എന്ന് പറയും. ഈ ശക്തി എന്താണ് വാസ്തവത്തിൽ ഭഗവാനിലുള്ളത്? ഭഗവാന് 3 ശക്തികളാണുള്ളത്. ഈ ശക്തികളെയാണ് ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്ന് പറയുന്നത്. എല്ലാ വസ്തുവിലും ഈ ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി നിറഞ്ഞിരിക്കുന്നുണ്ട്. ഭഗവാനിൽ അന്തർലീനമായ ശക്തിയാണത്. ഒന്നുകൂടി ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത്. അന്തർലീനമായ ശക്തി എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഈ ശക്തികൾ ഉള്ളിലുണ്ട്. അപ്പോൾ ഭഗവാൻ എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശക്തനും ശക്തിയും കൂടി ചേർന്നതാണ് ഭഗവാൻ. ശക്തനും ശക്തിയും കൂടി ചേർന്നാണ്. എപ്പോ ഭഗവാൻ ഇച്ഛിക്കുന്നോ അപ്പോൾ ആ ശക്തി വികസിക്കുന്നു. ആ ശക്തിയുടെ വികാസമാണ് നാം ഈ കാണുന്ന പ്രപഞ്ചമായി വളർന്ന് വികസിച്ചിരിക്കുന്നത്. വേദത്തിൽ പറയും വളരെ മനോഹരമായിട്ട്. ഭഗവാൻ ഇത് പറയുന്നത് ഉപനിഷത്തിലാണ്. ഐത്തരേയ ഉപനിഷത്തിൽ പറയും, ഓം ആത്മാവ ഇതമേവ ഏവാഗ്ര ആസീൽ നാന്യകിഞ്ചനമിഷൽ സ ഇക്ഷത ലോകാനുസൃജായിതി. ഇവിടെ എല്ലാറ്റിലും ആദ്യം ആത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഭഗവാൻ ഐക്ഷത ഇങ്ങനെ ആഗ്രഹിച്ചു. എന്താ ആഗ്രഹിച്ചത്? ലോകാനുസൃജ ഇതി, ഞാൻ ലോകങ്ങളെ സൃഷ്ടിക്കട്ടെ എന്നങ്ങോട്ട് നിശ്ചയിച്ചു. ഇതൊരു ആണ് നിശ്ചയിച്ചു എന്നല്ലേ? ഇവിടെ ആത്മാ എന്ന് പറഞ്ഞാൽ അർത്ഥം എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യം തന്നെയാണ്. അപ്പം അങ്ങനെ ഭഗവാന് പലതായി തീരണം എന്നുണ്ടെങ്കിൽ ഭഗവാനിൽ എന്തുണ്ടാവണം? വളരെ ശ്രദ്ധിക്കണേ പറഞ്ഞ വാക്കുകൾ വേദത്തിൽ. ഐക്ഷത, ഭഗവാൻ ഇങ്ങനെ ആഗ്രഹിച്ചു. ആഗ്രഹം ഉണ്ടാവണമെങ്കിൽ ഇച്ഛാശക്തി വേണോ?
അത് വികസിപ്പിക്കാൻ ക്രിയ വേണോ? അതെങ്ങനെയുള്ളതാവണം എന്ന് നിശ്ചയിക്കണമെങ്കിൽ അതിനൊരു ജ്ഞാനം വേണോ? അപ്പൊ ഭഗവാനിൽ തന്നെ എന്തെല്ലാം ഉണ്ട്? ഇച്ഛാശക്തിയുണ്ട്, ക്രിയാശക്തിയുണ്ട്, ജ്ഞാനശക്തിയുണ്ട്. ഇതെല്ലാം അന്തർലീനമായി എവിടെയുണ്ട്? ഭഗവാനിലുണ്ട്. അതുകൊണ്ട് ഭഗവാൻ ശിവശക്തിയായുക്തോ, ശിവന്റെ കൂടെ എന്തുകൊണ്ട്? ശക്തിയുമുണ്ട്. ഇതാണ് നമ്മുടെ പൂർവികന്മാര് നമ്മൾക്ക് കാണിച്ചു തരുന്ന ഭഗവാന്റെ രൂപം. അപ്പം നമ്മളിലൊക്കെ ഭഗവാന്റെ ചൈതന്യത്തിൽ ഇച്ഛാശക്തിയുണ്ട്, ക്രിയാശക്തിയുണ്ട്, ജ്ഞാനശക്തിയുണ്ട്. ഞാൻ വളരെ ലളിതമായി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മൾ കിടന്നുറങ്ങണു, നമ്മളിലേക്ക് ശ്വാസം വരണു, ശ്വാസം പോകുന്നു. ക്രിയ ഉണ്ടോ? ക്രിയ ഉണ്ട്. ഈ ശരീരം നിലനിൽക്കണം എന്നൊരു ഇച്ഛ ഈ ശരീരത്തിലുള്ള ശക്തികൾക്ക് ഉള്ളത് കൊണ്ടല്ലേ ശ്വാസം ഇതിൽ വരുന്നതും പോകുന്നതും. ഈ ശരീരം നിലനിർത്തുന്നുണ്ടെന്നുള്ളൊരു ഇച്ഛ ഉണ്ടെങ്കിലോ? ഈ ശരീരം നിലനിൽക്കണം എന്നുള്ളൊരു ഇച്ഛ, ഒരു ആഗ്രഹം ഈ ശരീരത്തിലുള്ള ശക്തികൾക്കുള്ളത് കൊണ്ടാണോ ശരീരം നിലനിൽക്കുന്നത്? നമ്മൾ ആഗ്രഹിച്ചിട്ടാണോ ശ്വാസം അകത്ത് വരുന്നതും പോകുന്നതും? ആണോ? അല്ല. ഇനി അന്തരീക്ഷത്തിൽ ഈ നിമിഷം കേവലം ഓക്സിജൻ മാത്രമാണോ ഉള്ളത്? ആണോ? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? അത് മാത്രം അതിൽ നിന്ന് വേർതിരിച്ച് ഉള്ളിലേക്ക് എത്തിക്കണമെങ്കിൽ വേർതിരിക്കാൻ ഒരു ജ്ഞാനം വേണ്ടയോ? കല്ലും മരിയും വേർതിരിക്കാൻ നമുക്കുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. സ്ഥൂല വസ്തുക്കളെ തന്നെ വേർതിരിച്ചിട്ട് നമ്മൾ നേരെയാവുന്നില്ല. കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത വായുവിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന ജീവവായുവിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിൻ്റെ ജ്ഞാനശക്തി നമുക്ക് നിശ്ചയിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത് ആശ്ചര്യവത് പശ്ചതി കശ്ചിദേനം ആശ്ചര്യ